ബിഗ് ബോസ് വീട്ടിലെ സർവാധികാരികളായ പവർ ടീം അംഗങ്ങൾ ഇന്ന് പവർ ടീമിന്റെ ഏറ്റവും വലിയൊരു പവർ കണ്ടെത്തിയിരിക്കുന്നു. സത്യത്തിൽ സർവാധികാരം തന്നെയാണ് ബിഗ് ബോസ് പവർ റൂം അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ ആരും തന്നെ അത് ഇതുവരെയും സമയോചിതമായി ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ ജിൻഡോ ഇന്ന് ശരണ്യയോട് പറയുകയാണ്, നമ്മൾ ബിഗ് ബോസിനോട് പറയുകയാണ് ഡെൻ റൂം ലോക്ക് ആക്കണം എന്ന്. ലോക്ക് ആവുമോ എന്ന് നമുക്ക് നോക്കാലോ. അങ്ങനെ ബിഗ് ബോസിനോട് ഇരുവരും ചേർന്ന് പറയുകയാണ്, ബിഗ് ബോസ് പവർ ടീം അംഗമായ ശരണ്യയും ക്യാപ്റ്റനായ ഞാനും ചേർന്ന് പറയുന്നു ഡെൻ റൂം ലോക്ക് ചെയ്യണമെന്ന്. പക്ഷെ ആ സമയം അവരുടെ മൈക്കിന്റെ ബാറ്ററി മാറ്റാനുള്ള സമയമായതുകൊണ്ട് തന്നെ റൂം ലോക്കായില്ലേ. ശേഷം മൈക്കിന്റെ ബാറ്ററി എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോർ തന്നെ ലോക്ക് ആവുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ ജാസ്മിൻ പുറത്തേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് ഡോർ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സമയം ഡെൻ റൂം ലോക്കായത് ജിൻഡോയോ ശരണ്യോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. തൊട്ടപ്പുറത്ത് നിന്ന് നമ്മുടെ സിബിൻ ബിഗ് ബോസിനോട് പറയുകയാണ്, ബിഗ് ബോസ് പവർ റൂം ലോക്ക് ആക്കണമെന്ന് പറയുമ്പോൾ ലോക്ക് ആവുന്നു, അൺലോക്ക് ആക്കണമെന്ന് പറയുമ്പോൾ അൺലോക്ക് ആവുന്നു. അങ്ങനെ സിബിൻ ബിഗ് ബോസിനോട് പറയുമ്പോൾ ലോക്ക് ആവുകയും അൺലോക്ക് ആവുകയും ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി തുടങ്ങി. പവർ റൂം അംഗങ്ങൾക്ക് ഇതുപോലൊരു പവറും ഉണ്ട്. എന്താണ് പവർ എന്ന് തുടർന്ന് സിബിൻ പറയുകയാണ്, ഇതൊക്കെയാണ് പവർ, അല്ലാതെ വെള്ളം എടുത്തിട്ട് വാ, ചായ വെച്ചിട്ട് വാ, ഇതൊന്നും പറയുന്നതല്ല പവർ. സത്യത്തിൽ പവർ റൂം അംഗങ്ങൾക്ക് സർവാധികാരം തന്നെയാണുള്ളതെന്ന് ഓഡിയൻസ് കൂടി അറിയണം എന്ന് വെച്ചുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് അവരുടെ ആ ഒരു ആഹ്ലാദം അവിടെ പങ്കിടുകയാണ്. പക്ഷെ ആർക്കും തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6 ചരിത്രത്തിൽ തന്നെ പവർ റൂം അംഗങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥി പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഇന്നത്തെ നിലവിലുള്ള പവർ ടീം അംഗങ്ങൾ ചിന്തിച്ച് അവർ പ്രാവർത്തികമാക്കിയിരിക്കും. കാരണം അവരുടെ തലച്ചോറിലൂടെ ഓടിയത് ഇപ്രകാരമുള്ള പവർ റൂമിന്റെ അധികാരമൊക്കെ ആയിരുന്നു. അല്ലാതെ ചായ വെച്ചിട്ട് വാ, വെള്ളം എടുത്തിട്ട് വാ, അല്ലെങ്കിൽ അത് ചെയ്യ് ഇത് ചെയ്യ് എന്നുള്ള ലോക്കലായിട്ടുള്ള രീതിയിലുള്ള ഒരു അധികാരവും തന്നെ അവരുടെ മുന്നിലേക്ക് വന്നില്ല. എന്തായാലും അത് ശരിക്കും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. സത്യത്തിൽ ഇങ്ങനെ തന്നെയാണ് കിട്ടിയ പവർ ഉപയോഗിക്കേണ്ട. പവർ ടീം അംഗങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു മാതൃക പവർ ടീം എന്നുള്ളത് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.